ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് മീഷോ ഫൈൻസ് ആണ് കേട്ടോ. അതായത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ലേഡീസിന് പറ്റിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ്. കുറച്ച് വളയും മാലയും കമ്മലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷേ സംഭവം നല്ല ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താണ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മാലയാണ്. ഇതിൻ്റെ കൂടെ കമ്മലുണ്ടായിരുന്നു, എൻ്റെ കസിൻ്റെ കയ്യിലായിപ്പോയി, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. ആ മാലയുടെ ഓരോ പീസില്ല, അങ്ങനത്തെ ഒരു സെയിം കമ്മൽ തന്നെയായിരുന്നു അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് മാല. വെറും 143 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളി പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരു ഡാമേജും ഇല്ലാണ്ടാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു മാലയൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ അറിവിലൊരു 390-400 രൂപയൊക്കെ എന്തായാലും വരും. കാരണം ഞാൻ ഈ ഒരു സൈസിലുള്ള മാലയൊക്കെ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ പോയിട്ട്. അപ്പോൾ ഇതെനിക്കൊരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഷോപ്പിലൊക്കെ ചോദിച്ച സമയത്ത് അത്രയും റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ പിന്നെ മീഷോയിലൊന്ന് തപ്പി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വാങ്ങിയ മാല രണ്ടാമത്തത് ഇതാണ് കേട്ടോ. ഇതിന് 97 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ കമ്മലും കൂടെ വരുന്നുണ്ടായിരുന്നു. വെറും 97 രൂപയ്ക്ക് കിട്ടിയ മാലയാണിത്. ഇത് ഓൺലൈൻ പേയ്മെൻറ്റിലാണ് 97 വന്നത്. ആക്ച്വൽ റേറ്റ് 120 സംതിങ് എന്തോ ആയിരുന്നു കേട്ടോ. ഇതും കളറൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, ഒരു ഡാമേജും ഇല്ലായിരുന്നു. നല്ല അടിപൊളി പാക്കേജിങ്ങിലുമായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സംഭവം അടിപൊളിയായിരുന്നു. പെട്ടെന്ന് തന്നെ ഡെലിവറിയും ആയി കേട്ടോ. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇതെൻ്റെ കയ്യിൽ കിട്ടി. ഇതിൻ്റെ കമ്മലും കൂടെ കാണിച്ചു തരാവേ. ഈ ഒരു സെയിം മോഡലിൽ തന്നെ വരുന്ന കമ്മലാണ്. ഇത് ഞാൻ രണ്ടും കൂടെ ഒന്നിച്ച് പെയർ ചെയ്യാറില്ല, സെപ്പറേറ്റ് പെയർ ചെയ്യാറുള്ളൂ കേട്ടോ. രണ്ടും കൂടെ ഒന്നിച്ചിട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതെന്തായാലും നല്ല പ്രൊഡക്റ്റ്. ഇതിൻ്റെ തന്നെ പല കളറുണ്ട് കേട്ടോ. പക്ഷേ കൂടുതൽ ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതാണ്. പിന്നെ എൻ്റെ കോസ്റ്റ്യൂമിന് എനിക്ക് ചേരുന്നത് ഇതായതുകൊണ്ടിട്ടാണ് ഞാൻ ഈ കളർ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ ലിങ്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത മാല ഇതാണ് കേട്ടോ. ഇത് കുറച്ച് ഹെവിയാണ്. ഇതൊരു റിസപ്ഷന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന മാലയാണ്. ഈ മാലയുടെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും കേട്ടോ. ഈ മാലയും 2 കമ്മലും അതേപോലെ തന്നെ നെറ്റിച്ചുട്ടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നത് 140 രൂപയാണ്. ഒന്ന് ഓർത്ത് നോക്കി. ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലിരുന്ന് ഒടിഞ്ഞു പോകുമോ അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുമൊന്നുമില്ല. പിന്നെ ഞാൻ ഞെട്ടിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്ല് പോലും ഇതിനകത്തൊന്നും മിസ്സായിട്ടുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി പാക്കേജിങ്ങിലാണ് എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു റേറ്റിന് അവർക്ക് എന്ത് ലാഭമാണ് ഇതുകൊണ്ട് കിട്ടുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം അത് അത്ര അടിപൊളിയായിരുന്നു. കളറൊന്നും ഫെയ്ഡായിട്ടില്ല കേട്ടോ. യൂസ് ചെയ്തിട്ടുണ്ട്, കുറച്ചധികം യൂസ് ചെയ്തിട്ടുണ്ട്. നെറ്റിച്ചുട്ടി മാത്രം ഞാൻ അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല. കമ്മലും അതേപോലെ തന്നെ മാലയും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഞാൻ പെയർ ചെയ്യാറില്ല. എനിക്കപ്പോൾ എന്തോ ഭയങ്കര ഹെവി ആയിട്ട് തോന്നി. പിന്നെ ഇതിങ്ങനെ സെപ്പറേറ്റ് കമ്മലാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മാല അധികം യൂസ് ചെയ്തിട്ടില്ല, ഒരു 4-5 തവണ എന്തോ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ട് എൻ്റെ ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നല്ലതാണ് കേട്ടോ, നല്ല രസമാണ്. നമുക്ക് ഇതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ട, അത്രയ്ക്ക് നല്ല ഹെവി ആയിട്ട് തോന്നിക്കുന്ന ടൈപ്പാണ്. എന്നാൽ ഒട്ടും ഓവറും അല്ല കേട്ടോ. എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മാലയാണ്. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു മാലയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മോഡൽ തന്നെ കുറച്ച് ഓക്സിഡൈസ് ആയിട്ടുള്ള ഒരു മാലയും കൂടി ഉണ്ടായിരുന്നു. അതും കൂടെ കാണിക്കാം. ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ. അതിലുണ്ടായിരുന്നതിൽ ഇത് രണ്ടിലും എനിക്കിതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതാണ് ഫസ്റ്റ് ഇത് തന്നെ കാണിച്ചത് കേട്ടോ. കുറച്ച് ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മാലയാണ്. അടിപൊളിയല്ലേ, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കളർ നമുക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു ജിമിക്കിൻ്റെ ഒക്കെ കൂടെയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 113 രൂപയാണ് കേട്ടോ. ഇത് ഷോപ്പിലൊക്കെ നമുക്ക് ഒരെണ്ണത്തിന് തന്നെ കൊടുക്കണം ഒരു 150 രൂപയെങ്കിലും. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 2 എണ്ണമാണ്. രണ്ടാമത്തത് ഞാൻ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ പാറ്റേണൊക്കെ നല്ല ഭംഗിയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നോക്കിയത്. പെട്ടെന്ന് കിട്ടിയതാണ് കേട്ടോ. അധികം അങ്ങനെ നോക്കി ഇരിക്കേണ്ടി വന്നില്ല. കണ്ടപ്പോൾ എനിക്ക് ആ റേറ്റും കൂടെ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് വർത്തായിട്ട് തോന്നി. ഇതാണ് രണ്ടാമത്തത്. ഇതെനിക്ക് അധികം അങ്ങോട്ട് ഇഷ്ടമല്ല. പിന്നെ നമുക്ക് ബ്ലാക്കൊക്കെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും ഇല്ലേ, സ്കേർട്ടും ടോപ്പൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂടെ പെയർ ചെയ്തപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത്. എന്നാലും ആദ്യം കാണിച്ചതാണ് എനിക്ക് കൂടുതലും ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. ആ ഒരു കളറും പിന്നെ അതിൻ്റെ ഒരു ഭംഗിയും എന്തോ ഒരു പ്രത്യേകത പോലെ തോന്നി. ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യാം, കൊള്ളാമല്ലേ, അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ, നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. മാല എത്രാമത്തെ മാലയാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അല്ലാണ്ട് എനിക്കിത് ടാഗ് പ്രൊഡക്റ്റിൽ കൊടുക്കാൻ പറ്റുന്നില്ല. മീഷോൻ്റെ ലിങ്ക് പറ്റുന്നില്ല. ഫ്ലിപ്കാർട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്, മിന്ത്രയൊക്കെ. ഇത് പറ്റുന്നില്ല മീഷോ. അടുത്തത് ഇതാണേ.
അടുത്തത് ഈ 2 കമ്മലും അതിൻ്റെ കൂടെ നെറ്റിച്ചുട്ടിയും കൂടെ ഉണ്ടായിരുന്നൊരു സെറ്റായിരുന്നു കേട്ടോ. ഇതിന് വെറും 110 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. 2 കമ്മലിനാണെങ്കിൽ കാണുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് തോന്നുമെന്നുണ്ടെങ്കിലും നമുക്കതിന് ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. ഒട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന വെയിറ്റേ ഇല്ല. എന്നാൽ കളറൊന്നും പെട്ടെന്ന് പോയിട്ടില്ല. ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. നെറ്റിച്ചുട്ടി യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ കമ്മൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് നെറ്റിച്ചുട്ടി അതിൽ തന്നെ ഇരിക്കുന്നത് കേട്ടോ. നെറ്റിച്ചുട്ടി ആണെങ്കിലും അതിൽ നിന്ന് സ്റ്റോൺസൊക്കെയാണ് കൂടുതലും ഉണ്ടായിരുന്നത്. സ്റ്റോണൊന്നും മിസ്സായിട്ടില്ല. പിന്നെ താഴെ ചെറുതായിട്ടൊരു പേളും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്. ആ ഒരു സെല്ലറിൽ നോക്കിയ സമയത്തില്ലേ ഇതേപോലെ കമ്മലും നെറ്റിച്ചുട്ടിയായിട്ട് വെറൈറ്റി ടൈപ്പ്, ഈ മോഡൽ തന്നെ കളർ ചേഞ്ച് ഒന്നുമില്ല, വെറൈറ്റി ടൈപ്പിൽ കമ്മലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ സമയത്ത് വേണ്ട ഡ്രസ്സിന് ചേരുന്നത് ഇതായിരുന്നു. ഇതിനേക്കാളും നല്ലൊരു കമ്മൽ അതിലുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് കുറച്ച് വലുതായിട്ട് തോന്നി. ഞാൻ അതിൻ്റെ റിവ്യൂ നോക്കിയപ്പോൾ ഭയങ്കര വലുതായിട്ടും പിന്നെ കുറച്ച് സ്റ്റോണൊക്കെ അധികം ഉള്ളതുപോലെ തോന്നി. അപ്പോൾ ഇതിൽ സ്റ്റോണൊന്നും വരുന്നില്ല, ചുമ്മാ ഈ ഒരു സംഭവം എന്താണ് അതിന് പറയുക, ആ ഒരു മെറ്റലിൻ്റെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ താഴത്ത് കുറച്ച് മുത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കിതാണ് കുറച്ചും കൂടെ ഇടാനായിട്ട് എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയത്. മറ്റേത് കുറച്ച് ഹെവി ആയിരുന്നു. പിന്നെ ഞാൻ വെറും 49 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു കമ്മലെന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് 49 രൂപയ്ക്ക് അന്ന് എനിക്ക് കിട്ടിയതെന്ന് അറിയത്തില്ല. എക്സ്ട്രാ ഡെലിവറി ചാർജ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മറ്റേ സൂപ്പർ കോയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇതിന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് കുറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ ഒരു കമ്മലും എൻ്റെ ഫേവറേറ്റ് കമ്മലാണ് കേട്ടോ. ഇതിടുമ്പോഴത്തേക്ക് ഞാൻ മാലയൊന്നും ഇടാറില്ല. അപ്പോൾ ആ കമ്മലിൻ്റെ ഒരു ഭംഗി കുറച്ച് ഇറച്ച് നിന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് അധികമുണ്ട്. അധികമല്ല, ഒരു 2-3 ഉണ്ട്. അതായത് ഞാനിതെല്ലാം കൂടെ ഒറ്റ ഒരു സെറ്റായിട്ടാണ് വാങ്ങിയത്. അതാണ് എല്ലാം കൂടെ കാണിക്കുന്നത്. ഇത് കുറച്ച് ഹെവി ആയിട്ട് നിൽക്കുന്ന ടൈപ്പ്. എനിക്ക് ഇങ്ങനത്തെ കമ്മലൊക്കെ ആ സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ കറക്റ്റ് റേറ്റ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, ഞാനത് നോക്കിയില്ലായിരുന്നു. ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഇതെന്തായാലും 150 പോലും ആയിട്ടില്ല കേട്ടോ. ഇത് 3ഉം കൂടെ 100 സംതിങ് ആണ്. ഞാൻ അധികം റേറ്റിലുള്ള കമ്മലൊന്നും അങ്ങനെ ഓർഡർ ചെയ്യാറില്ല കേട്ടോ. ഞാൻ വാങ്ങിക്കാറുമില്ല. എനിക്ക് ഇങ്ങനത്തെ മീഷോയിൽ കുറേ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതുള്ളതുകൊണ്ട് ഞാൻ മീഷോന്ന് തന്നെ ഇപ്പോൾ വാങ്ങിക്കാറുള്ളൂ. ഇതിലൊരെണ്ണം ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചധികം വെയിറ്റ് തോന്നി. ഈ ആദ്യത്തെയും രണ്ടാമത്തേനൊന്നും വെയിറ്റ് ഇല്ല, നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതില്ലേ, ഇതൊരു മാതിരി പരിചയം പോലെ ഇരിക്കണമല്ലേ, അതിന് നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വെയിറ്റ് തോന്നി മറ്റതിനെയൊക്കെ അപേക്ഷിച്ച്. എന്നാലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഒരു ദിവസമൊക്കെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. എന്നാൽ എനിക്ക് ജസ്റ്റ് കാതൊന്നും ഇങ്ങനെ താഴത്തോട്ട് തൂങ്ങുന്നത് പോലെ തോന്നി. ഞാൻ ഒരു തവണ എന്തോ അത് ഇട്ടിട്ടുള്ളൂ. എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് അത് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ആ കമ്മൽ അങ്ങനെ തന്നെ മാറ്റി വെച്ചേക്കാം. പക്ഷേ കളയാനായിട്ടുള്ള മനസ്സൊന്നും വന്നിട്ടില്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഓർണമെൻറ്റ്സൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ 10ാം ക്ലാസ് മുതലുള്ളത്, പ്ലസ് ടുവിലുള്ളതൊക്കെ കമ്മലൊക്കെ, പഴയ കമ്മലൊക്കെ ഇല്ലേ, കളർ പോയതാണെങ്കിലും ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കും. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഹോബി ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കമ്മലെന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് വള കാണാവേ. ഈ വള എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തം 24 എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ പകുതി എൻ്റെ ഒരു കസിന് കൊടുത്തു, ബാക്കിയാണിപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. കാരണം ഞാൻ അത്രയൊന്നും ഒന്നിച്ച് ഇടത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ബാക്കി ഞാൻ എടുത്തു വെച്ചതാണ്. ഇതിന് 110 രൂപ എന്താ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതിയേ. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ആർക്ക് അയച്ചു കൊടുത്തതേ ഉള്ളൂ. ഇത് നല്ലതാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ ഈ വൈറ്റ് സ്റ്റോൺ ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ 10 15 എന്തോ 20 വരെയൊക്കെ കടയിൽ പോകും. ഒരെണ്ണത്തിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മീഷോന്ന് വാങ്ങിക്കുന്നത് എന്ത് ലാഭമല്ലേ. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഇത് ഞാനൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിനകത്ത് സ്റ്റോണൊന്നും മിസ്സായിട്ടില്ലായിരുന്നു കേട്ടോ. എല്ലാം നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് കിട്ടിയത്. ഇതും പെട്ടെന്ന് ഡെലിവറി കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നതും കുറച്ച് വളകളാണ്. എൻ്റെ കയ്യിലുള്ള വളകളിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വളയാണ് കേട്ടോ ഇത്. കാരണം ഇതെനിക്ക് അത്ര അഫോർഡബിളായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 138 രൂപ എന്തോ അടുത്തായിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു പ്രൊഡക്റ്റിന്. ഇത് 24 എണ്ണം ഉണ്ടായിരുന്നു. സംഭവം അടിപൊളി പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഈ വള കേട്ടോ. നല്ല കട്ടിയുണ്ട്. അതേപോലെ തന്നെ നല്ല കളറാണ്. എനിക്ക് കളറാണ് കൂടുതൽ ഇഷ്ടം. ആ ഒരു പാറ്റേൺ അടിപൊളിയാണ്. ഒട്ടും ഡാമേജ് ഒന്നുമില്ല കേട്ടോ. ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അതിന് ഇതുവരെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. സംഭവം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ കാണിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഇതാണ്. ഇതിങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കയ്യിലിട്ടിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും കുറച്ച് ഒരു എലഗൻ ലുക്ക് കിട്ടും. എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അങ്ങനെ ഉടക്കത്തൊന്നും ഇല്ല കേട്ടോ ഡ്രസ്സിലൊന്നും. കാണുമ്പോൾ ഒരു ഉടക്കുന്ന ടൈപ്പ് ആണെങ്കിലും അങ്ങനെ ഇല്ല കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതേപോലെ മീഷോന്ന് എന്തെങ്കിലും റിവ്യൂ വേണമെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യണേ.